ഒരു ചെറുക്കൻ എവിടുന്നോ ഒരു സ്വപ്നം കണ്ടിട്ട് വയ്യാവേലിക്ക് വേണ്ടി ആ വീടിനകത്ത് 1-2 പ്രാവശ്യം വീണ്ടും വീണ്ടും പറഞ്ഞ വെനകയായി വീട് പോയി. നല്ല സാഹചര്യത്തിൽ കഴിയേണ്ട ചെറുക്കന് വീട്ടിൽ നിന്ന് തൻ്റെ സഹോദരങ്ങൾ അവനെ എന്ത് ചെയ്തു? മരണകരമായ കുഴിയിലേക്ക് ഇട്ടു. എങ്ങനെയുള്ള കുഴിയാ? അപ്പച്ചന്മാർ കുഴിച്ച കുഴി. അതേ കുഴി അബ്രഹാം കുഴിച്ചതായിരിക്കാം, ഇസാക്ക് കുഴിച്ചതായിരിക്കാം, ആരോ കുഴിച്ചതാ. പക്ഷെ അവിടെ എന്തില്ല? നീരുറവയില്ലാത്ത ഒരു കിണറിൽ മേൽ അവൻ വീണ് കിടക്കുന്നിടത്ത് നിന്ന് അവൻ ചിന്തിച്ചായിരിക്കാം, എൻ്റെ ആശ്രയം ഇനി ആരാ? എന്നെ ഏറ്റവും സ്നേഹിച്ച എൻ്റെ സ്വന്തം അപ്പൻ ഇവിടെ ഇല്ല, എനിക്ക് തന്ന കുപ്പായം എൻ്റെ കയ്യിലില്ല. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ഈ യാക്കോബ് അപ്പച്ചൻ്റെ മക്കൾ നല്ല ഒന്നാന്തരം അടുത്ത കള്ളത്തരം പറയുന്ന പിള്ളേരായിരുന്നു. ഇവൻ്റെ കൂടെ ജനിച്ച സഹോദരങ്ങൾ അവരെന്ത് ചെയ്തു? ഈ ഉടുപ്പ് അങ്ങോട്ട് വെച്ചിട്ട് ഇന്നലകളിൽ സ്വന്തം ആൾമാറാട്ടം നടക്കിയ അപ്പൻ്റെ മക്കൾ മരിച്ചു ഇന്ന് ജീവിച്ചിരിക്കുന്ന മകനെ കൊന്നെന്ന് ചിത്രീകരിച്ചു. അപ്പൻ ആൾമാറാട്ടം നടത്തി, മക്കൾ എന്തായി? ജീവനോടിരിക്കുന്നവനെ കൊന്നു എന്ന് പറഞ്ഞു. നമുക്കറിയാവുന്ന വിഷയങ്ങൾ തന്നെ. പാരമ്പര്യം കയറി അടുത്ത തലത്തിൽ. സ്തോത്രം പറഞ്ഞേ, സ്തോത്രം പറയാമോ? യേശുവിൻ്റെ നാമത്തിൽ ഒരു ദൈവദാസനെതിരെ ഇന്നലകളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ശാപം എൻ്റെ തലമുറ പടരരുതെന്ന് ആത്മാവിൽ പ്രാർത്ഥിച്ച് കരയുന്ന മാതാവേ, പിതാവേ, ഇന്ന് പകലിൽ ഞാൻ പറയാം, അത് നിന്നെ തുടരത്തില്ല. നീ അതിൽ നിന്ന് മാനസാന്തരപ്പെട്ടാൽ ആ പാരമ്പര്യം വരത്തില്ല. അല്ലെങ്കിൽ നീ നോക്കി നിൽക്കുമ്പോൾ നിൻ്റെ മക്കൾ വലുത് ചെയ്യും. സ്തോത്രം. നോക്കണമേ, അടുത്ത ഭാഗം. അങ്ങനെ ആൾമാറാട്ടം നടത്തിയ അപ്പൻ്റെ മക്കൾ എന്ത് ചെയ്തു? ജീവനോടിരിക്കുന്നവനെ കൊന്നു എന്ന് ചിത്രീകരിച്ചു കൊണ്ടുപോയി. മകന് യാക്കോബ് ഇങ്ങനെ ചിന്തിക്കുക. ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, യാക്കോബ് ജീവിച്ചിരിക്കുന്ന മക്കളെക്കുറിച്ചൊക്കെ പറയുന്ന കാര്യം കേട്ടാൽ പൊതുസമൂഹത്തിൽ അവരെക്കുറിച്ച് പറയാൻ കൊള്ളാത്ത ചില കാര്യങ്ങളുണ്ട്. ചില മക്കളെക്കുറിച്ച് സ്തോത്രം പറഞ്ഞില്ലല്ലോ. അങ്ങനെയുള്ള മക്കൾ അതിനകത്തിരിക്കുമ്പോഴും ദൈവാത്മാവ് നയിച്ച, ദൈവകൃപയുള്ള, സ്വപ്നമുള്ള, അഭിഷേകമുള്ളവൻ വീണെടുത്ത് കിടന്ന് ഉരുണ്ടില്ല. അവനെ അവിടുന്ന് ദൈവം കയറ്റി. എന്തെങ്കിലും വീഴ്ചകൾ ഇന്നലകളിൽ ആരെങ്കിലും മുഖാന്തരം ഉണ്ടായേക്കാം. ആ സഹോദരൻ മുഖാന്തരം ഞാൻ സഭയിൽ വരുന്നില്ലെന്ന് പറഞ്ഞ് മടിച്ചിരിക്കാതെ അതിനകത്തുനിന്ന് എഴുന്നേൽക്കുന്ന പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട്. ആ വ്യക്തിയുടെ പ്രസംഗം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് നീ ആ മടിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിപ്പറ, അവനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാൻ നോക്കിയത്. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കും. ആ ക്രൂശിൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തി എന്നെ ഉയർപ്പിക്കും. അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. എങ്ങോട്ടാ വിറ്റത്? സുഗന്ധം വ്യഞ്ജനം വിൽക്കുന്നവരുടെ കയ്യിൽ കിട്ടി. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അടിമയ്ക്ക് കിട്ടുന്നതിനേക്കാളും ക്വാളിറ്റിയുള്ളൊരു വിലയായിരിക്കും അവരിട്ടത്, അല്ലേ? നല്ല വില കൊടുത്തായിരിക്കാം വാങ്ങിച്ചത്. എന്തോ ആയിക്കോട്ടെ, എൻ്റെ വിഷയം അതൊന്നുമല്ല. പക്ഷേ അവൻ പോകുന്നതിൽ നല്ല സുഗന്ധമുള്ള, മണമുള്ള ഒരു യാത്ര അവനുണ്ടായിരുന്നു. പക്ഷേ അവൻ്റെ ജീവിതത്തിൽ പുറമേ നോക്കുമ്പോൾ ഈ മണമൊന്നും ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അനുഭവമേ അല്ല. കാര്യം, അപ്പം പോയി, അമ്മ പോയി, നല്ല സുഖകരമായി ജീവിച്ച വീട് പോയി, എല്ലാം നഷ്ടപ്പെടുത്തു. സഹോദരങ്ങളുടെ കൂടെ കാട്ടിനകത്ത് പോയി എന്ത് ചെയ്യണ്ട? നല്ല പണിയെടുക്കണ്ട. പക്ഷേ ആത്മാവിൽ അവനെ നിയന്ത്രിച്ച് നടത്തിയിട്ട് പറഞ്ഞു, നീ കണ്ട സ്വപ്നത്തിൻ്റെ യാഥാർത്ഥ്യം നിനക്ക് വേണമെങ്കിൽ പട്ടണങ്ങൾ വിടേണ്ടി വരും, സഹോദരങ്ങളെ വിടേണ്ടി വരും, ചാർച്ചക്കാരെ വിടേണ്ടി വരും, ദേശം വിടേണ്ടി വരും. സാരമില്ല അപ്പച്ച എന്ന് പറഞ്ഞ് ആ ഹൃദയത്തിൽ ആ സ്വപ്നം അന്നും അവൻ കാത്തു സൂക്ഷിച്ചു. ഒരു കാര്യം അവൻ ചെയ്തു, എൻ്റെ ആത്മദൈവത്തിനെതിരായിട്ട് ഞാനൊന്നും എന്നോട് ചെയ്യത്തില്ല, ഈ മന്ദിരത്തോട് ചെയ്യത്തില്ല. അവൻ പോകുന്നിടത്തെല്ലാം അവനിൽ ദൈവമുണ്ടായിരുന്നു. പൊത്തിഫറിന്റെ വീടിനകത്ത് വെച്ച് അവനെ എന്ത് ചെയ്തു? ഒരു വിഷയത്തിന്മേൽ, നമുക്കറിയാം വിഷയം. പൊത്തിഫറിന്റെ ഭാര്യ അവനിൽ മേൽ കണ്ണു നട്ട് അവനെ വശീകരിച്ച് അവനെ ഇല്ലാതാക്കുവാൻ നോക്കിയപ്പോഴും അവൻ പറഞ്ഞു, ദൈവത്തിന് വേണ്ടിയുള്ളവനാ ഞാൻ. എൻ്റെ സ്വപ്നത്തെ ഇവിടം കൊണ്ട് നിർത്താനല്ല, ഇതുകൊണ്ട് തീർക്കാനല്ല. ഏതെങ്കിലും സാഹചര്യങ്ങളൊക്കെ വരുമ്പോൾ പാപത്തെ കയറ്റിവിടരുത്. അത് നമ്മുടെ യാത്രയ്ക്ക് വിഘ്നമുണ്ടാക്കും. സ്വത്രം പറയാമോ? യാത്ര വിഘ്നമാകരുത്, സ്വപ്നം വിഘ്നമാകരുത്. ഏതെങ്കിലും പട്ടണത്തിൽ വെച്ച് അന്യായമായി നീ ക്രൂശിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഓർത്തോണം, നിനക്കൊരു ഉയർപ്പുണ്ട്. ഞാൻ ആത്മാവിൽ പറയാം, 3 ദിവസം മുമ്പേ അല്ലെ വർഷങ്ങൾക്ക് മുമ്പേ ദൈവത്തോട്, ആ പിതാവിനോട് യേശു വിളിച്ചു പറയുമ്പോൾ പറയുക, അതേ കർത്താവ്, നിന്റെ ഹിതമാണെങ്കിൽ എന്നെ ഇതിനെ ഏൽപ്പിച്ചു തരിക. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, ഇന്ന് ആ കൈകളുടെ മേൽ ആണി തറച്ചെങ്കിൽ ആ കൈകളുടെ മേൽ 7 നിലവിളക്കുകൾ അതേ ദൈവം എടുത്തു കൊടുക്കത്തക്ക രീതിയിൽ, അതേ മുൾക്കിരീടം അണിഞ്ഞ ആ ക്രൂശിന്റെ തലയുടെ മേൽ അതേ ദൈവികമായ പദ്ധതികൾ അവന് വേണ്ടി ഒരുക്കി വെച്ചത് അവൻ കണ്ടു കാണുമായിരിക്കും, അല്ലേ? ആത്മാവിൽ പറ, ഇന്ന് അനുഭവിക്കുന്ന ക്രൂശ് മുമ്പേ വെച്ചിരിക്കുന്ന സ്വർഗീയമായ ഒരു വലിയ പദ്ധതിക്ക് വേണ്ടിയാ. അതെ, ആ പദ്ധതി നിന്റെ മേൽ വരണമെങ്കിൽ ഈ ക്രൂശ് നിനക്ക് ആവശ്യമാ. പൊത്തിഫറിന്റെ വീട്ടിലെ ക്രൂശ് അവനൊരു വലിയ പദ്ധതിയിലേക്കുള്ള തുറവിയായിരുന്നു.
ഞാൻ നിർത്തുക, എൻ്റെ ഭാഗം നിർത്തുക. ആരും ശ്രദ്ധിക്കാതെ, ആരും അറിയാതെ എങ്ങനെങ്കിലുമൊക്കെ മിണ്ടാതിരിക്കുന്നവർ പോവും. അവൻ വലിയ കുഴപ്പമൊന്നുമില്ലാത്ത ചിലരെക്കുറിച്ച് പറയും, ആ പയ്യൻ വലിയ കുഴപ്പമൊന്നുമില്ല. വല്ല മെസ്സേജോ വല്ല ദൂതോ വല്ല ആരാധനയോ വല്ല വാക്യമോ നല്ല രീതിയിലൊരു പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ അവൻ നോട്ടക്കാരനാണ്. സ്വതന്ത്രം ഇല്ലല്ലോ. സ്വതന്ത്രം പറഞ്ഞോട്ടെ, നോട്ടക്കാരൻ തന്നെ. യേശുവിനോടുള്ള നോട്ടം മൊത്തം സാത്താൻ്റെ എന്തുമായിരുന്നെന്നറിയോ? ഇവൻ ദൈവപുത്രനാണെങ്കിൽ അതാ കുഴപ്പം. മനസ്സിലായില്ല? യേശുവിനോട് ചോദിച്ച ചോദ്യം മൊത്തം സാത്താൻ ഇതാ, നീ ദൈവപുത്രനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, നീ ദൈവപുത്രനാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ആത്മാവ് പറയാം, ആത്മാവ് നിന്റെ മേൽ വരുമ്പോൾ പിശാച് നിനക്കെതിരെ ശക്തമായി പോരാടും. പക്ഷെ അവിടെ നിൽക്കാൻ ഈ പരിശുദ്ധാത്മാവ് നിനക്ക് തുണ നിൽക്കും കേട്ടോ. പരിശുദ്ധാത്മാവ് തുണ നിൽക്കും. ഞാൻ കൺക്ലൂഡ് ചെയ്യുക. യോസഫ് ഇറങ്ങി ഇങ്ങോട്ട് വന്നപ്പോൾ യോസഫ് അവിടുന്ന് പോയി ആ കാരാഗ്രഹത്തിൽ വീണു. അവൻ ചിന്തിച്ച് കാണും, വീടിനകത്ത് ഒരൊറ്റ സ്വപ്നം പറഞ്ഞതുകൊണ്ട് വന്നേക്കുന്ന കുഴപ്പങ്ങളാ. ഒന്നും മെച്ചം പിടിച്ച് വന്നതാ. ദൈവത്തെ ആശ്രയിച്ച് ആരാധിച്ച് പൊത്തിഫറിൻ്റെ വീട്ടിൽ കാര്യങ്ങളും ധനകാര്യപരമായ കാര്യങ്ങളും ഒക്കെ ചെയ്ത് താൻ ഉയർന്നു വരാൻ തുടങ്ങിയപ്പോൾ പിശാച് അടുത്ത വിഷയത്തിൽ കൊണ്ടിട്ടല്ലോ. സ്വതന്ത്രമില്ല. നിന്നെ മാത്രം എന്താ ഫോക്കസ് ചെയ്യുന്നേ? നിന്നോട് മാത്രം എന്താ ഇത്ര പോരാട്ടം? ഞാൻ ചിന്തിച്ച കാര്യമാണ്, ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യം, നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചിട്ടുള്ള കാര്യമായിരിക്കാം. ഞാൻ ആത്മാവ് വിളിച്ചു പറയാം, നിൻ്റെ ദർശനത്തിലേക്ക് എത്തിയിട്ടില്ല. ദൈവം നിന്നെ അതിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുക. നിൻ്റെ വാഗ്ദത്തത്തിലേക്ക് നീ കാലെടുത്ത് വെക്കാൻ പോവാ. അതിൻ്റെ പോരാട്ടങ്ങളാ, അതിൻ്റെ പ്രതികൂലങ്ങളാ, അതിൻ്റെ പ്രതിസന്ധികളാ. സഭയുടെ അടുത്ത ലെവലിലേക്ക് നിങ്ങൾ വരാനിരിക്കുമ്പോൾ പ്രശ്നങ്ങൾ, പ്രതികൂലങ്ങൾ, രോഗങ്ങൾ, മരണങ്ങൾ അടിക്കടി ഉണ്ടാകുന്നെങ്കിൽ ആത്മാവ് വിളിച്ചു പറയാ, ഒരു ഉണർവിൻ്റെ വർഷം അത് പിന്നെ നിൽക്കുകയാ. അതിൻ്റെ കോട്ടങ്ങളെ പൊളിക്കാൻ ഇന്ന് രാത്രി ഈ ദൂതൊന്ന് ഏറ്റെടുത്തേ പറ്റത്തുള്ളൂ. ചുടാരബാല, ഭയങ്കരമായ പോരാട്ടങ്ങൾ, ഭയങ്കരമായ പ്രതികൂലങ്ങൾ, ഭയങ്കരമായ നീർവീഴ്ചകൾ, അതേ പ്രതിസന്ധികൾ ആഞ്ഞടിച്ചപ്പോൾ ദൈവാത്മാവ് സഭയെ നോക്കി പറയാ, അതെ മുന്നമേ ഞാനൊരു വാഗ്ദത്തം ഈ സഭയെക്കുറിച്ച് കണ്ടിട്ടുണ്ട്. യേശുവിൻ്റെ രക്തത്താൽ അതേ കാരാഗ്രഹത്തിൽ കിടന്നപ്പോഴും പുള്ളിയുടെ കിട്ടിയ കൃപയ്ക്കൊത്ത് നഷ്ടമായല്ലേ. യോസഫിൻ്റെ അടുത്ത് വന്നപ്പോഴും ഇവർ പറഞ്ഞു, നിനക്ക് വല്ലതും അറിയാമോന്നൊന്നുമല്ല ചോദിച്ചേ. യോസഫ് പറഞ്ഞു, നിങ്ങളുടെ സ്വപ്നം ഞാൻ വ്യാഖ്യാനിക്കാം. ലീഡർഷിപ്പുള്ളവൻ എവിടെയും വാ തുറക്കും. സ്വതന്ത്രം. സ്ഥാനം കുറഞ്ഞപ്പോൾ സ്വപ്നം വ്യാഖ്യാനിക്കാതിരുന്നില്ല. പ്രശ്നം വന്നപ്പോൾ ഞാനൊന്നും പറയുന്നില്ല, എന്നെ ഈ ദൈവം തള്ളിയെന്നല്ല പറഞ്ഞേ, താൻ ആ ദൈവത്തിൽ ഉറപ്പോടെ നിന്നു. ആത്മാവ് പറ, വിഷയങ്ങൾ എത്ര വന്നാലും ദൈവം എന്നെ ഏൽപ്പിച്ച താലന്ത് ഞാൻ വ്യാപാരം ചെയ്യും. എത്ര പ്രതിസന്ധി വന്നാലും എന്നെ ഏൽപ്പിച്ച ഞാൻ ചെയ്യും. കാരാഗ്രഹത്തിനകത്തും ചെയ്യും, പൊട്ടക്കുഴിക്കകത്തും ചെയ്യും. ഞാനിങ്ങനെ ചിന്തിക്കുക, യോസഫ് വീണ പൊട്ടക്കുഴി ചരിത്രം പിന്നെ അതിനെക്കുറിച്ച് പറയുന്നത് കേൾക്കണം. ഭയങ്കരമായ വിഷയമാണ് അതിനെപ്പറ്റി എഴുതി വെച്ചിരിക്കുന്നത്. എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയൊരു കാര്യമാണ്. യോസഫിൻ്റെ ദർശനം കൂടെ അവൻ്റെ കൂടെ വീണേ. പൊത്തിഫർ ഇവൻ്റെ കൂടെ ദൈവം ഉണ്ടായിരുന്നെന്നാ. അതിനകത്ത് ദൈവം കൂടെ ഉണ്ടായിരുന്നു, മീതെ ദൈവമുണ്ടായിരുന്നു. ശദ്രക്ക് മേശയ്ക്ക് അബേദ്നെഗോവിനെ തീച്ചുളയ്ക്കകത്തിട്ടപ്പോൾ ഒരു നാലാമനെന്ന് പറയുന്നു, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഒന്നാമനായി ഇറങ്ങി വന്ന ആ ദൈവ സാന്നിധ്യം നാം പോകുന്ന എല്ലാ താഴ്ചകളിലും മരണകരമായ വിഷയങ്ങളിലും നമ്മോടൊപ്പം എഴുന്നേറ്റ് നിൽക്കുന്ന, നമ്മളോടൊപ്പം നിൽക്കുന്ന, അത് താഴ്ചയിലും ഉയർച്ചയിലും കൂടെ സഞ്ചരിക്കും. ശാന്തരാധകം യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. നിന്നെ മാറ്റുന്ന ആത്മാവിൻ്റെ അഭിഷേകം, നിന്നെ സഞ്ചരിപ്പിക്കുന്ന ആത്മാവിൻ്റെ അഭിഷേകം, നിന്നെ ആഹ്വാനം ചെയ്യുന്ന ആത്മാവിൻ്റെ അഭിഷേകം, ഇത് നിന്നെ തളർത്തത്തില്ല. ഇത് നിന്നെ ഓടുമാറാക്കുന്ന അഭിഷേകമാ. ഇത് നിന്നെ ആശ്വസിപ്പിക്കുന്ന അഭിഷേകമാ. ഇത് നിന്നെ തലോലിക്കുന്ന അഭിഷേകമാ. ഇത് നിന്നെ സൗഖ്യമാക്കുന്ന അഭിഷേകമാ. ഇത് നിന്നെ ഒരു കടമ്പ കൂടെ ആ മതിൽ ചാടി കടക്കുവാൻ ധൈര്യം തരുന്ന അഭിഷേകമാണ്. കാരാഗ്രഹത്തിൽ കിടന്ന സ്വപ്നമൊക്കെ വ്യാഖ്യാനിക്കുക കൂട്ടത്തിൽ പറഞ്ഞു, നാക്കിനൊന്ന് പറഞ്ഞു നോക്കിയതാ. അവിടെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ ഒരു രക്ഷയില്ല. ഞാൻ ഒറ്റ കാര്യം ഇപ്പോഴും പറയാം, ഞങ്ങൾ ആദ്യ സമയങ്ങളിൽ ഞങ്ങളുടെ ശുശ്രൂഷയിലൊക്കെ ഇങ്ങനെ CA മീറ്റിങ്ങിനൊക്കെ പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ നല്ല കഴിവുണ്ടല്ലോ. ഡിസിക്ക് ഞാൻ ഒന്ന് പറയുന്നുണ്ട്, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. സ്വതന്ത്രമില്ല. പറയാൻ വേണ്ടിയില്ല, പറഞ്ഞിരുന്ന അയാൾ അതിൻ്റെ ക്രെഡിറ്റ് എടുത്തേനെ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. നമ്മുടെ വഴികളൊന്നും
മനുഷിക കൺട്രോളിലല്ല. പറ, എന്നെ ഉയർത്തുന്നത് ദൈവമാ. കൂട്ടുകാരിൽ പരമായ ആനന്ദ തൈലം കൊണ്ട് നിറയ്ക്കുന്ന ദൈവം. മരണം നിന്നെ മാടി വിളിക്കുമ്പോഴും മരിച്ചാ മതി എന്ന് പറയുമ്പോഴും ദൈവം പറയാ, ഇല്ല, ഞാൻ നിൻ്റെ മേലാക്കിയിരിക്കുന്ന പരിശുദ്ധാത്മാഭിഷേകം. ഞാൻ ചില ഭവനങ്ങളിൽ കണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. ദൈവാത്മാവിനോട് പറയുന്ന കാര്യം പറയാം. തമ്മിൽ ഐക്യതയെ കെടുത്തി പിശാചികമായി തകർക്കുന്ന പോരാട്ടം ഉയർത്തരുത്. അവൻ മുഖാന്തരം ഒരു നന്മ ഭവനത്തിൽ വരരുത് എന്ന് പറയുന്ന പൈശാചിക ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ചേ. കാരാഗ്രഹത്തിൽ നിന്ന് ഒരു വഴികാട്ടി ചിലരുണ്ടായിരുന്നെങ്കിൽ, ഇന്ന അച്ചായനൊന്ന് മനസ്സ് വെച്ചായിരുന്നെങ്കിൽ വഴി തുറന്നേനെ. നോ, വേണ്ട വഴി. നിന്നെക്കുറിച്ചുള്ള എൻ്റെ നിരൂപണങ്ങൾ പറ, തിന്മയ്ക്കല്ല. ആത്മാവ് പറ, നന്മയ്ക്കത്രേ. വചനമൊക്കെ പറയുമ്പോൾ ശക്തിയോടെ പറയണം, നന്മയ്ക്കത്രേ. അപ്ലൈ ചെയ്ത്, ഭവനത്തിൽ അപ്ലൈ ചെയ്ത്, തലമുറയുടെ തലയിൽ അപ്ലൈ ചെയ്ത്. എന്താ ഒരുമിച്ചിരുന്ന് ആരാധിക്കാൻ ഇന്നലകളിൽ വന്ന തലമുറകൾ ആരാധിക്കാത്തത്? ഇതിനകത്ത് എവിടെയൊക്കെയോ വിഷയങ്ങൾ വന്നപ്പോൾ സ്പിരിറ്റ് വ്യാപരിച്ചു. അവൻ അവിടെ കിടന്ന് കളിക്കുന്നതൊക്കെ പേരൻസിൻ്റെ വികൃതമായ രൂപങ്ങളും രീതികളും കണ്ട് ഇദ്ദേഹമാണോ ആരാധിച്ചത്, ഇദ്ദേഹമാണോ കൈയടിച്ച്, ഇദ്ദേഹമാണോ പാസ്റ്ററിനെതിരെ നിന്നേ, എന്നിട്ടാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. സ്വത്രം പറഞ്ഞേ. ഈ സ്പിരിറ്റിനെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കാനൊരു അഭിഷേകം, ആ ഹാബിറ്റിനെ ശാസിച്ച് കളയാനൊരു അഭിഷേകം. മാറുന്നില്ല പാസ്റ്റേ, വൈകൃതമാ, എത്ര അടിച്ചിട്ടും മാറുന്നില്ല, എത്ര അടിച്ചിട്ടും അത് തീരുന്നില്ല. ആത്മാവിൽ പറ, യേശുവിൻ്റെ നാമത്തിൽ വ്യാപരിക്കുന്ന അശുദ്ധാത്മാവിനെ ഞാൻ ആത്മാവിൽ ശാസിക്കുകയാ എന്ന് പറയാൻ ഒരു കൃപയൊന്ന് പ്രാപിച്ചേ. ഇന്ന് രാത്രി നീ പറഞ്ഞാൽ അത് നിന്റെ ഭവനത്തിൽ നിന്ന് ഓടിപ്പോകും. കൺട്രോൾ ചെയ്യുന്ന തലമുറയെ കൺട്രോൾ ചെയ്യുന്ന അത് നന്മകളിലേക്ക് പ്രവേശിപ്പിക്കാൻ സമ്മതിക്കാതെ വർഷങ്ങളായി ശബ്ദിക്കുന്ന കോപത്തിൻ്റെ വ്യാപാരങ്ങളെ ഞങ്ങൾ ശാസിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞു വെച്ച വാക്കുകളെ ഞങ്ങൾ മാറ്റിയ യേശുവിൻ്റെ നാമത്തിൽ എൻ്റെ തലമുറ അനുഗ്രഹിക്കപ്പെടാൻ പോവാ. ജീവനോടിരിക്കുന്നവനെ മരിച്ചെന്ന് കാണിച്ചവർ ഇവനെ തേടി വന്നു. ഞാനിങ്ങനെ ചിന്തിക്കുക, ഈ യാക്കോബ് ഒരിക്കൽ പ്രമാണം എഴുതാൻ പോയി.